മനോരമയിൽ എന്നെ ചിരിപ്പിച്ച 2 വാർത്തകൾ അതിനെക്കുറിച്ച് കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി. പലരും ചോദിക്കും, നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, ആലോചിച്ചാണോ, അതങ്ങനെയാണോ, ഇങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു സെഗ്മെൻറ്റിൽ മനസ്സ് വളരെ നിഷ്കളങ്കമായി അർപ്പിച്ച് നിൽക്കുമ്പോൾ ചില സംഗതികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില ഇൻഡ്യൂഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചില ഉൾവിളികൾ പോലെ ചില സാധനങ്ങളുണ്ടാവും. ഈ ഉൾവിളി എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് ലൈറ്റ്, പച്ച ലൈറ്റോ മഞ്ഞ ലൈറ്റോ ഒക്കെ ഇട്ട് തട്ടിക്കുന്നതല്ല. നമ്മളൊരു വിഷയത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ, അത് ബിസിനസ്സിലാവട്ടെ, സ്പോർട്സിലാവട്ടെ, ന്യൂസ് അനാലിസിസിലാകട്ടെ, അങ്ങനെ ഏത് മേഖലയിലായാലും, സംഗീതത്തിലാകട്ടെ, ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചില സംഗതികളുണ്ടാവും. ഞാനിങ്ങനെ ഇത് വായിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ പ്രിൻ്റ് മീഡിയ ഒക്കെ വളരെ വെല്ലുവിളി നേരിടുകയാണ് പരസ്യങ്ങളുടെ കാര്യത്തിൽ, അത്തരം കാര്യങ്ങളിലൊക്കെ. കാരണം പ്രിൻ്റ് മീഡിയയിലൊക്കെ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ചെറിയൊരു റീൽസാക്കി ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വിട്ടാൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലം വന്നപ്പോൾ പല പരിപാടികളും വെറൈറ്റികളും ഒക്കെ നടത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു കോൺക്ലേവിൻ്റെ വാർത്ത കണ്ടു. അതിൽ ചേഞ്ച് മേക്കേഴ്സ് എന്നും പറഞ്ഞിട്ട് കുറേ പേരുടെ പടം കൊടുത്തിട്ടുണ്ട്. അതിൽ പലരെയും എനിക്കറിയില്ല, പക്ഷേ അറിയാവുന്ന ഒരാളിനെ ഞാൻ കണ്ടത് നമ്മുടെ അനിൽ ആൻ്റണി മോനാണ്. പുള്ളി എങ്ങനെയാണ് ഈ ചേഞ്ച് മേക്കർ ആയതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചേഞ്ച് മേക്കർ എന്ന് പറയുമ്പോൾ ഈ സ്വയം മാറിയവരാണ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പലരും ഉണ്ട്. ഇതിപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ചേഞ്ച് എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? അദ്ദേഹം മത്സരിച്ച സ്ഥലത്ത് എന്തെങ്കിലും ശ്രദ്ധേയമായ നേട്ടമോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിയോ? എന്ന് മാത്രമല്ല, അദ്ദേഹം മത്സരിച്ച പ്രതലത്തിൽ, സംസ്ഥാനത്ത് എന്തെങ്കിലും വലിയ കൊടുങ്കാറ്റുണ്ടാക്കിയെടുക്കാൻ എന്തെങ്കിലും തരത്തിൽ കഴിഞ്ഞോ? ഇനി ആകെ ജയിച്ച തൃശ്ശൂരിൽ അവിടെ സുരേഷ് ഗോപിയോ ജയിപ്പിച്ചവരോ ആരെങ്കിലും ഞങ്ങൾ അനിൽ ആൻ്റണിയെ കണ്ടാണ് ജയിപ്പിച്ചത് എന്ന് ഉറക്കത്തിൽ പോലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഏതായാലും എങ്ങനെ ആകെയുള്ള ചേഞ്ച് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം പിതാവായ ഈ പറയുന്ന AK ആൻ്റണിയെയും പിന്നെ മാതാവിൻ്റെ നമ്മുടെ എന്താ പറയുന്ന മറ്റേ പ്രാർത്ഥന, ആ സംഗതികളൊക്കെയും ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഈ ആൻ്റണി എന്ന് പറയുന്ന ഇത്രയും നാൾ പോറ്റി വളർത്തി ഏത് മേൽവിലാസത്തിലാണോ വളർത്തിയ ആ മനുഷ്യന് ഒരു അവമതിപ്പുണ്ടാക്കിയ ചേഞ്ചാണ് മനോരമ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ എന്ത് ചേഞ്ച് മേക്കറാണ് അദ്ദേഹം എന്ന് ഒട്ടും പിടി കിട്ടുന്നില്ല. രണ്ടാമതായി പിന്നെ കണ്ടൊരു വാർത്ത എന്താണെന്നറിയോ? രണ്ടാമതായി കണ്ടൊരു വാർത്ത, CA മുഹമ്മദ് ഹാജി വധം 4 പ്രതികൾക്ക് ജീവപര്യന്തം. ഈ CA മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആൾ ഒരു ക്രൂരനോ കൊലപാതകയോ ഗുണ്ടാ നേതാവോ ഗുണ്ടാ ഏറ്റുമുട്ടലിലോ ഒന്നുമല്ല മരിക്കുന്നത്. കാസർഗോഡുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ 2008 ഏപ്രിൽ 18 ഉച്ചയ്ക്ക് മസ്ജിദിൻ്റെ പരിസരത്ത് വെച്ചാണ് ഈ മുഹമ്മദ് ഹാജിയെ കൊല്ലുന്നത്. ഒരു പാവ മനുഷ്യൻ, ഈ പള്ളിയുടെ പ്രസിഡൻ്റാണ്, ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിനെ കൊന്നവർക്ക് ജീവപര്യന്തം. സന്തോഷ് നായിക്, ശിവപ്രസാദ്, KG കിഷോർ കുമാർ, അജിത് കുമാർ എന്നിവരാണ്. ഏതായാലും ഈ 4 പേർക്കും 37, 41, 36, 40 വയസ്സുണ്ട്. ഇവരെല്ലാം സംഘപരിവാറിൻ്റെയും RSSൻ്റെയും തീവ്ര സംഘികളായിരുന്നു, വിദ്വേഷവാദികളായിരുന്നു. പക്ഷേ ഈ മനോരമയുടെ വാർത്തയിൽ ഒരു സ്ഥലത്തും അത് പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു. എന്നാൽ ഇതേ പത്രം തന്നെ വേറെ ഏതെങ്കിലും പേരുകാരൻ എന്തെങ്കിലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ, ഒരു മുസ്ലിം പേര് കിട്ടിയാൽ, അതിൻ്റെ ആസൂത്രിത ഭാവം, മാനം, അതിൻ്റെ അപ്പുറത്തത് തേങ്ങാക്കൊല, അത് പിന്നെ NIA ബന്ധം എന്നൊക്കെ പറഞ്ഞവൻ്റെ വായിൽ വരുന്നതെല്ലാം എഴുതുന്നവൻ ഇത് വരാതിരിക്കാൻ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു. അതിൻ്റെ ഒരു വ്യത്യാസമേ ഇത് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ എത്രമേൽ ഇവർക്കൊക്കെ പക്ഷാപാതിത്വമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരം സംഗതികൾ. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തോട് പറയുന്നത്, ഒരു 25 വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റ് കൊല്ലപ്പെട്ടതായി കേരളത്തിൽ എനിക്ക് ഓർമ്മയില്ല. ഇതൊരു മസ്ജിദിൻ്റെ പ്രസിഡൻ്റായ ഒരു വൃദ്ധനായ മനുഷ്യനെയാണ് ഈ കുത്തിക്കൊന്നിരിക്കുന്നത്. എന്നിട്ടാണ് അവനൊക്കെ ദേശീയവാദികളും ബാക്കിയുള്ളവരൊക്കെ സുഡാപ്പികളും പിന്നെ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മാധ്യമപ്രവർത്തനത്തിൽ പോലുമുണ്ട് ഈ കടുത്ത വർഗീയത എന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം.